ഇന്ന് മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനം. 35 വർഷമായി അങ്ങാടിക്കുരുവികൾക്ക് കൂടൊരുക്കുന്ന ഒരു വീടുണ്ട് കൊച്ചി പച്ചാളത്ത്. അച്ഛൻ NV ജോസ് തുടങ്ങി വെച്ച ശീലം മകൻ വിനോദും തുടരുകയാണിവിടെ. വിനോദിനെ പിന്തുടർന്ന അയൽവാസികളായ ശ്രീദേവിയും രമേശും കുരുവികൾക്കായി തങ്ങളുടെ വീട് തുറന്നിട്ടു. ഇവർക്കെല്ലാം പറയാൻ ഒരു കാര്യം മാത്രമാണുള്ളത്. തങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന ഈ ഇത്തിരി കുഞ്ഞന്മാരുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. കൊച്ചി ബ്യൂറോ ക്യാമറമാൻ ഖാജ ഹുസൈൻ തയ്യാറാക്കിയ വിഷ്വൽ റിപ്പോർട്ട് കാണാം. സന്ധ്യ ആയാലും പോവില്ല, 8 മണി ആയാലും പോവില്ല. നമ്മ എപ്പോഴാണ് കിടക്കണേ അപ്പോഴേ അവർ പോകുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല. ചൂടിൻ്റെ ആണോ എന്താണോന്നൊന്നും അറിയില്ല. അവരിപ്പോൾ കുറച്ച് നാളായിട്ട് കുറവാണ്. ഇടയ്ക്ക് വരും, പിന്നെ കാണില്ല. ഞാനെപ്പോഴും ശ്രദ്ധിക്കും, മഞ്ഞുണ്ടോ, എന്താണ് കുറവ്, എന്താണ് ഇതെന്നൊക്കെ പറയുകയും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ തീരെയില്ല. ഇങ്ങനെ നിറച്ച് വന്നിരിക്കും. നമ്മ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ സെറ്റിയിലും ഒക്കെ ഇങ്ങനെ വന്നിരിക്കും. പേടിയൊന്നുമില്ല, നമ്മൾ പേടിപ്പിക്കുകയില്ലല്ലോ. ചെറുതിൽ എവിടെയെങ്കിലും കുട്ടികളും കണ്ടേക്കണാൻ അവർ പേടിപ്പിക്കില്ല. ഇവർ ചെടിയിൽ കൂട് കൂട്ടൂല. കുടം, പാത്രം അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താലേ കൂട് കൂട്ടുള്ളൂ. ചെടിയിൽ ഇവർ കൂട് കൂട്ടാറില്ല. വേറെ ഇവരെ കൊണ്ട് നല്ല രസമാണ് കാണാൻ. ഗ്ലാസ്സിൽ, സ്റ്റീൽ പാത്രത്തിലൊക്കെ ഇവരെ നേരിൽ കണ്ട ഇവരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. ഗ്ലാസ്സിലും അതെ, വന്ന് കൊട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒട്ടും കാണാനില്ല. അരിയൊന്നും കഴിക്കാൻ വന്നില്ല. അല്ലെങ്കിൽ വൈകുന്നേരം നിറച്ച് വന്നിട്ട് കഴിച്ചിട്ട് പോണേണ്. അവിടെയാണ് കൂടെങ്കിൽ ഇങ്ങോട്ട് പറന്നു വന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങോട്ട് പോകും. ഞങ്ങൾ അത് എപ്പോഴും പറയും, ഷട്ടിലടിക്കണേണ് വരുന്നത്. നല്ല രസമായിരുന്നു. ഇപ്പോൾ കാണില്ല. ഇല്ലാണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത് നമ്മളിപ്പോൾ റിട്ടയർമെൻ്റ് ലൈഫ് തനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ പണ്ട് കണ്ട കാഴ്ചകളൊക്കെ ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറയാൻ കാരണം. അയ്യോ അതൊന്നും വന്നില്ല എന്ന് പറയാൻ കാരണം അതാ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ മിക്സർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കില്ലേ, അതെന്തായാലും താഴെ വീഴും. അപ്പോൾ ഇവർ എത്ര ഗസ്റ്റ് ഉണ്ടെങ്കിലും ഇവർ താഴെ നടന്ന് ഇങ്ങനെ പറക്കി തിന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും കൗതുകം വരുന്നത്, നല്ലൊരു കൗതുകം വരുന്നത്. അവരാ പറക്കണത് എടുക്കണതൊക്കെ കാണാൻ എന്ത് രസമാണെന്നാ. ഈ മിറ്റത്തെ മല്ലേ പൂഴിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം പൂഴി കിടന്ന് നല്ല രസമാണ്. ഇപ്പം ഞാൻ ടൈലായപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ. അത് കാരണം ഇപ്പൊന്നും ഉണ്ടു അങ്ങനത്തെ കാഴ്ചകളൊക്കെ പോയി. ഇത് വീട് പണിതപ്പോൾ തൊട്ട് അപ്പച്ചൻ തീറ്റ കൊടുക്കണതാണ്. ഇങ്ങനെ തെന വെച്ച് കൊടുക്കും. അപ്പോൾ വരും. ആദ്യമൊക്കെ കുറേ വന്നിരുന്നു, ഇപ്പോൾ വരുന്നില്ല. പിന്നെ കടകളിൽ ഈ ചണച്ചാക്കുകളുണ്ടായിരുന്നപ്പോൾ തീറ്റ പുറത്തേക്ക് ചാടുക, എന്നിട്ട് ധാന്യങ്ങളൊക്കെ. ഇപ്പോൾ ഒക്കെ പ്ലാസ്റ്റിക് ചാക്കൊക്കെ ഇട്ടിട്ട് തീറ്റ കിട്ടാണ്ടായി കൊടുക്കുക. വീടിന് ചുറ്റും റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൂടുകളാണ്. പക്ഷെ ഇപ്പോൾ കിളികൾ കാണാനില്ല എന്ന് മാത്രം. എവിടെ പോയിന്നൊരു പിടിയില്ല.